അധ്യായം 48. മോവാബ്യർക്കെതിരെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മോവാബിനെക്കുറിച്ച് അരുളിച്ചെയ്യുന്നു. നെബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകയാൽ കിര്യത്തായീം ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മോവാബിന്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോനിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരുക, ഒരു ജനതയാകാതെ നമുക്ക് അവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ, ഹൊറോണായിമിൽ നിന്ന് ഒരു വിലാപസ്വരം. ശൂന്യത, ഭീകരനാശം. മോവാബ് നശിച്ചു. സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത്ത് കയറ്റം കയറുന്നു. ഹൊറോണായിം ഇറക്കത്തിൽ അവർ നാശത്തിൻ്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ, മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളിച്ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മോവാബിന് ചിറക് നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിലാരും വസിക്കുകയില്ല. കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിൻ്റെ മട്ടിൽ പുതഞ്ഞ് മോവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല, പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിൻ്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഒടിച്ചു കളയും. തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെക്കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെക്കുറിച്ച് മോവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്കെങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളിച്ചെയ്യുന്നു, മോവാബിൻ്റെയും അവൻ്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവൻ്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. മോവാബിൻ്റെ നാശം സമീപിച്ചു, അവൻ്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവൻ്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്ത് വിലപിക്കുവിൻ. അവൻ്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീപോൻ നിവാസികളെ, ഉന്നതത്തിൽ നിറങ്ങി വരിക, വരണ്ടു വിണ്ട നിലത്തിരിക്കുക. മോവാബിൻ്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്തു കളഞ്ഞു. അരോവർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്ത് സംഭവിച്ചെന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അവമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ച് കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൺ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി, ഹോളോൺ, ജാക്സ, മെഫാത്ത്, ദീബോൻ, നേബോ, ദിബ്ലത്തായീം, കിര്യത്തായീം, ബത്ഗാമുൽ, ബെത്മെയോൻ, കിരിയോത്ത് ബൊസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മോവാബ്യ നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, മോവാബിൻ്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മോവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദ്ദിയിൽ കിടന്നുരുളട്ടെ, അവനും അവമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മോവാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവിൻ. പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ. ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെപ്പോലെ കഴിയുവിൻ. മോവാബിൻ്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്! അവൻ്റെ ഔദ്ധത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവൻ്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മോവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു, മോവാബ്യരെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹരസ്യരെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിബ്മയുടെ മുന്തിരിവള്ളി, യാസറിനെ ഓർത്തെന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്നു, യാസർ വരെ എത്തി. നിന്റെ വേനൽക്കനികളെയും മുന്തിരിവിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മോവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞൊഴുകുന്നില്ല. ആർപ്പുവിളിയോടെ ആരും ചക്കു ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോനും എലയാലയും നിലവിളിക്കുന്നു. യാഹാസ് വരെ അവൻ്റെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹൊറോണിയായും എഗ്ലാത്ത് ഷെലിഷ്യ വരെയും അത് കേൾക്കുന്നു. നിമ്രിൻ ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മോവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും.
കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ ഹൃദയം ഓടക്കുഴലെന്ന പോലെ കിർഹരസ്യരെയും മോവാബ്യരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ്സ് മുണ്ഡനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി, അരയിൽ കൊടുത്തു. മോവാബിൻ്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രം എന്ന പോലെ മോവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു. മോവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു. മോവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്ദയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. കഴുകനെപ്പോലെ അതിവേഗം ഒരാൾ പറന്നു വരും. അവൻ മോവാബിനെതിരെ ചിറക് വിടർത്തും. നഗരങ്ങൾ അവന് അധീനമാകും. കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ മോവാബിലെ വീരന്മാർ വേദനിക്കും. മോവാബ് നശിക്കും. അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിൻ്റെ മുൻപിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ. മോവാബ്യരെ, നിങ്ങളുടെ മുമ്പിലിതാ ഭീതിയും കുഴിയും കെണിയുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. മോവാബിൻ്റെ ശിക്ഷാവർഷത്തിൽ ഞാൻ ഇവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിൻ്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു. സീഹോൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർത്തു. കലാപകാരികളുടെ ശിരസ് തകർത്തു. മോവാബേ, നിനക്ക് ദുരിതം. കെമോഷിൻ്റെ ജനം നിർജീവമായി. നിന്റെ പുത്രന്മാർ അടിമകളായി. നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മോവാബിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മോവാബിൻ്റെ ശിക്ഷ. അധ്യായം 49. അമ്മോന്യർക്കെതിരെ. അമ്മോന്യരെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന് പുത്രന്മാരില്ലേ? അവന് അവകാശികളില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോം ഗാദിൻ്റെ ദേശം പിടിച്ചടക്കുകയും അവൻ്റെ ആരാധകർ അതിൻ്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത്? അമ്മോന്യരുടെ റാബായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു. റാബ നാശകൂമ്പാരമാകും. അതിൻ്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും. തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹെഷ്ബോൻ നിവാസികളെ, നിലവിളിക്കുവിൻ. ആയുസ് ശൂന്യമായിരിക്കുന്നു. റാബായുടെ പുത്രിമാരെ, ഉച്ചത്തിൽ കരയുവിൻ. ചാക്കൊടുത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ. തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടുമൊപ്പം മിൽക്കോം വിപ്രവാസിയാകും. തൻ്റെ ജനത്തിൽ വിശ്വാസമർപ്പിച്ച് ആരെനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച അവിശ്വസ്തയായ പുത്രി, നിന്റെ താഴ്വരകളെക്കുറിച്ച് നീ തന്നെത്താൻ പുകഴ്ത്തുന്നതെന്തിന്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. 4 ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും. നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതി ഓടും. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അമ്മോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏദോമിനെതിരെ. ഏദോമിനെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ? വിവേകിയുടെ വിവേകം നശിച്ചുപോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ദദാൻ നിവാസികളെ, പിന്തിരിഞ്ഞോടുവിൻ. ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ. ശിക്ഷയുടെ നാളിൽ ഏസാവിൻ്റെ മേൽ ഞാൻ ദുരിതം വരുത്തും. മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ? രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ. ഏസാവിനെ ഞാൻ ശൂന്യമാക്കി. അവൻ്റെ ഒളിസങ്കേതങ്ങൾ തുറന്നിട്ടു. അവൻ ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവൻ്റെ മക്കളും സഹോദരരും അയൽക്കാരും നശിച്ചു. അവൻ ഇല്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക. ഞാൻ അവരെ സംരക്ഷിക്കും. നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു. അർഹിക്കാത്തവനെപ്പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ? നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. നീ അത് കുടിച്ചേ തീരൂ. ഞാൻ ശപഥം ചെയ്യുന്നു. ബൊസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും. അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും. കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു. ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഏദോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ. യുദ്ധസന്നദ്ധരാകുവിൻ. ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും. മനുഷ്യരുടെ ഇടയിൽ നിന്ദാപാത്രവും. പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഗങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യരിൽ ഉണർത്തിയ ഭീതിയും
നിന്റെ ഗർവം നിന്നെ വഞ്ചിച്ചു. നീ കഴുകനെ പോലെ ഉയരത്തിൽ കൂടുവെച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏദോം ഭീവത്സമാകും. കടന്നു പോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിന് നേരിട്ട അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും. സോദോമും ഗൊമോറയും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴെന്ന പോലെ ഏദോമിലും ആരും വസിക്കുകയില്ല, ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല. യോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെപ്പോലെ ഞാൻ അവരെ ഏദോമിൽ നിന്ന് ഓടിച്ചു കളയും. എനിക്ക് ഇഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും. ആരുണ്ട് എനിക്ക് തുല്യൻ? എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും? ഏതിടയൻ എൻ്റെ മുൻപിൽ നിൽക്കും? ഏദോമിനും തേമാനുമെതിരായുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ. അജഗണത്തിലെ കുഞ്ഞാടുകൾ പോലും വലിച്ചിഴയ്ക്കപ്പെടും. അവയ്ക്കുള്ള ശിക്ഷ കണ്ട ആലകൾ സംഭീതമാകും. അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും. അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും. ഒരുവൻ കഴുകനെ പോലെ ഉയർന്ന് അതിവേഗം പറക്കും. അത് ബൊസ്രായ്ക്കെതിരെ ചിറക് വിടർത്തും. അന്ന് ഏദോമിലെ വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെപ്പോലെ വേദനിക്കും. ദമാസ്കസിനെ കുറിച്ച് ഹമാത്തും അർപ്പാദും പരിഭ്രാന്തരാകുന്നു. അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു. അവർ ഭയന്നു വിറയ്ക്കുന്നു. അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധരായിരിക്കുന്നു. ദമാസ്കസ് ദുർബലയായി. അവൾ ഓടാൻ ശ്രമിച്ചു, എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി. ആഹ്ലാദത്തിൻ്റെ നഗരം, പ്രശസ്തിയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും. അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും. ദമാസ്കസിൻ്റെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും. അത് ബെൻഹദാദിൻ്റെ ദുർഗങ്ങളെ വിഴുങ്ങും. കേദാറിനും ഹാസോറിനുമെതിരെ, കേദാറിനെയും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ നശിപ്പിച്ച ഹാസോറിൻ്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക. പൗരസ്ഥരായി അവരെ നശിപ്പിക്കുക. അവരുടെ കൂടാരങ്ങളും തിരശ്ശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക. അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക. അവരോട് വിളിച്ചു പറയുക, എങ്ങും ഭീകരത. ഹാസോർ നിവാസികളെ വിദൂരത്തേക്ക് പലായനം ചെയ്യുവിൻ. ഗർത്തങ്ങളിൽ ഒളിക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ നിങ്ങൾക്കെതിരെ വരുന്നു. എഴുന്നേൽക്കുക. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നിർവിശങ്കം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക. അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക. ചെന്നിമുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും. നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹാസോർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യതയുമായി തീരും. ആരും അവിടെ വസിക്കുകയില്ല, യാത്രയ്ക്കിടയിൽ തങ്ങുകയുമില്ല. ഏലാമിനെതിരെ, യൂദാ രാജാവായ സിദെക്കീയായുടെ ഭരണത്തിൻ്റെ ആരംഭകാലത്ത് ഏലാമിനെക്കുറിച്ച് യെരമ്യായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏലാമിൻ്റെ വില്ല് ഞാൻ ഒടിക്കും. അതാണ് അവരുടെ ശക്തി. ഞാൻ ഏലാമിൻ്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും. അവർ നാലുപാടും ചിതറും. ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കില്ല. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ അവർക്കിടവരുത്തും. എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും. എൻ്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും. അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഏലാമിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അധ്യായം 50. ബാബിലോണിൻ്റെ പതനം, ഇസ്രായേലിൻ്റെ മോചനം. കൽദായരുടെ ദേശമായ ബാബിലോണിനെക്കുറിച്ച് യെരമ്യാ പ്രവാചകന് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക, പതാക ഉയർത്തി ഘോഷിക്കുക, ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളംബരം ചെയ്യുക. ബാബിലോൺ പിടിക്കപ്പെട്ടു. ബേൽ ലജ്ജിക്കുന്നു, മെറോദാക്ക് സംഭ്രമിക്കുന്നു. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ അപമാനിതമായി. അവളുടെ ബിംബങ്ങൾ കിടിലം കൊള്ളുന്നു. വടക്കു നിന്നൊരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു. അവർ അവളുടെ ദേശം ശൂന്യമാക്കും. ആരും അവിടെ വസിക്കുകയില്ല. മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും. ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യൂദായും വിലപിച്ചുകൊണ്ട്
തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും. അവർ സിയോനിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും. അവർ പറയും, വരിക, അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം. ഇടയന്മാർ വഴിതെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. അവയുടെ ശത്രുക്കൾ പറഞ്ഞു, തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ കർത്താവിനെതിരെ അവർ പാപം ചെയ്തു. അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല. ബാബിലോണിൽ നിന്ന് ഓടിപ്പോകുവിൻ. ആട്ടിൻപറ്റത്തിൻ്റെ മുൻപിൽ മുട്ടാടുകളെന്ന പോലെ കൽദായരുടെ ദേശത്ത് നിന്ന് പലായനം ചെയ്യുവിൻ. ഉത്തരദിക്കിൽ നിന്ന് ശക്തരായ ജനതകളെ ബാബിലോണിനെതിരെ ഞാൻ ഇളക്കിവിടും. അവർ അവൾക്കെതിരെ അണിനിരന്ന് അവളെ പിടിച്ചടക്കും. അവരുടെ അസ്ത്രങ്ങൾ വെറും കൈയോടെ മടങ്ങാത്ത ധീരയോദ്ധാവിനെ പോലെയാണ്. കൽദായ ദേശം കൊള്ളയടിക്കപ്പെടും. അവളെ കവർച്ച ചെയ്യുന്നവർക്ക് തൃപ്തിയാവോളം ലഭിക്കും. എൻ്റെ അവകാശമായ ജനത്തെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സന്തോഷിക്കുകയും വിജയഭേരി മുഴക്കുകയും ചെയ്യുന്നെങ്കിലും നിങ്ങൾ പുൽത്തകരയിൽ കൂത്താടി നടക്കുന്ന പശുക്കിടാവിനെ പോലെയും ഘോഷാരവം മുഴക്കുന്ന കുതിരകളെ പോലെയും ആണെങ്കിലും നിങ്ങളുടെ മാതാവ് അത്യധികം ലജ്ജിതയാകും. നിങ്ങളെ പ്രസവിച്ചവൾക്ക് അപകീർത്തിയുണ്ടാകും. അവൾ ജനതകളിൽ ഏറ്റവും താഴ്ന്നവളാകും. അവൾ ഉണങ്ങി വരേണ്ട മരുഭൂമിയായിത്തീരും. കർത്താവിൻ്റെ ക്രോധം നിപതിച്ചതിനാൽ അവിടെ ആരും വസിക്കുകയില്ല. അത് തീർത്തും ശൂന്യമാകും. ബാബിലോണിലൂടെ കടന്നു പോകുന്നവർ ഭയപ്പെടും. അവൾക്ക് ഏറ്റ മുറിവുകൾ കണ്ട് പരിഹസിക്കും. വെല്ലുവിളിക്കുന്ന നിങ്ങൾ ബാബിലോണിനെതിരെ അണിനിരക്കുവിൻ. അവസാനത്തെ അസ്ത്രവും അവളുടെ നേരെ എറിയുവിൻ. അവൾ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. അവൾക്ക് ചുറ്റും നിന്ന് അട്ടഹസിക്കുവിൻ. അവൾ കീഴടങ്ങി. അവളുടെ കോട്ടകൾ വീണു, മതിലുകൾ തകർന്നു. ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ്. അവളോട് പ്രതികാരം ചെയ്യുവിൻ. അവൾ ചെയ്തതുപോലെ അവളോടും ചെയ്യുവിൻ. വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ബാബിലോണിൽ നിന്ന് വിച്ഛേദിക്കുവിൻ. മർദ്ദകന്റെ വാൾ നിമിത്തം ഓരോരുത്തരും സ്വജനങ്ങളിലേക്കും സ്വദേശത്തേക്കും തിരിയും. സിംഹങ്ങൾ വേട്ടയാടുന്ന ആടിനെ പോലെയാണ് ഇസ്രായേൽ. ആദ്യം അസീറിയ രാജാവ് അവനെ വിഴുങ്ങി. ഇപ്പോഴിതാ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അവൻ്റെ അസ്ഥികൾ കാർന്നു തിന്നുന്നു. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അസീറിയ രാജാവിനെ ശിക്ഷിച്ചതുപോലെ ബാബിലോൺ രാജാവിനെയും അവൻ്റെ ദേശത്തെയും ഞാൻ ശിക്ഷിക്കുന്നു. ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ സ്ഥലത്തേക്ക് അയക്കും. അവൻ കാർമലിലും ബാഷാനിലും മേയും. ഗിലെയാദിലെയും എബ്രായീം മലകളിലെയും മേച്ചിൽപ്പുറങ്ങളിൽ അവൻ തൃപ്തി കണ്ടെത്തും. അക്കാലത്ത് ഇസ്രായേലിൽ തിന്മയും യൂദായിൽ പാപവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ അവശേഷിപ്പിക്കുന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. മറത്തായും ദേശത്തിനെതിരെ ചെല്ലുവിൻ. റെക്കോദ് നിവാസികൾക്കെതിരെ നീങ്ങുവിൻ. അവരെ ആസകലം നശിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു. യുദ്ധത്തിൻ്റെ ആരവവും മഹാസംഹാരവും ഭൂമി മുഴുവനെയും തകർത്ത ചുറ്റിക എങ്ങനെ തകർന്നു. ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ഭീവത്സമായിരിക്കുന്നു. ബാബിലോണെ, നിനക്ക് ഞാൻ കെണിവെച്ചു. നീ അതിൽ വീണു. നീ അതറിഞ്ഞില്ല. കർത്താവിനെതിരെ മത്സരിച്ചതിനാൽ നീ പിടിക്കപ്പെട്ടു. കർത്താവ് ആയുധപ്പുര തുറന്ന് ക്രോധത്തിൻ്റെ ആയുധങ്ങൾ പുറത്തെടുത്തു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് കൽദായരുടെ നാട്ടിലൊരു കർമ്മം അനുഷ്ഠിക്കാനുണ്ട്. 4 ദിക്കിൽ നിന്നും അവൾക്കെതിരെ വന്ന് അവളുടെ അറപ്പുരകൾ തുറക്കുവിൻ. അവളെ നിശേഷം നശിപ്പിച്ച് ധാന്യക്കൂമ്പാരം പോലെ കൂട്ടുവിൻ. ഒന്നും അവശേഷിക്കരുത്. അവളുടെ കാളകളെ കൊന്നൊടുക്കുവിൻ. അവ അറവുശാലകളിലേക്ക് പോകട്ടെ. അവർക്ക് ദുരിതം. അവരുടെ ദിനം വന്നു കഴിഞ്ഞു. ശിക്ഷയുടെ മുഹൂർത്തം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രതികാരം സിയോനിൽ വിളംബരം ചെയ്യാൻ അവർ ബാബിലോണിൽ നിന്ന് ഇതാ ഓടുന്നു. ബാബിലോണിനെതിരെ വില്ലാളികളെ വിളിച്ചുകൂട്ടി ചുറ്റും താവളമടിക്കുവിൻ. ആരും രക്ഷപ്പെടരുത്. അവളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതികാരം ചെയ്യുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവിനെ അവൾ ധിക്കരിച്ചു. അവളുടെ യുവാക്കൾ തെരുവുകളിൽ വീഴും. അവളുടെ പോരാളികളെല്ലാം അന്ന് നശിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും.
അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാവുകയില്ല. അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും, അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേലും യൂദായും മർദ്ദനമേറ്റു. പിടിച്ചുകൊണ്ട് പോയവർ അവരെ വിട്ടയക്കാതെ തടഞ്ഞുവെച്ചു. അവരുടെ വിമോചകൻ ശക്തനാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഭൂമിക്ക് സ്വസ്ഥതയും ബാബിലോണിന് അസ്വസ്ഥതയും വരുത്തുന്നതിന് അവൻ അവർക്ക് വേണ്ടി വാദിക്കും. കൽദായരുടെ മേൽ, ബാബിലോൺ നിവാസികളുടെ മേൽ, അവളുടെ രാജാക്കന്മാരുടെയും ജ്ഞാനികളുടെയും മേൽ ഇതാ ഒരു വാൾ. ശകുനക്കാരുടെ മേൽ വാൾ, അവർ വിഡ്ഢികളാകും. യോദ്ധാക്കളുടെ മേൽ വാൾ, അവർ നിർമൂലമാകും. അവളുടെ കുതിരകളുടെയും രഥങ്ങളുടെയും മേൽ വാൾ, അവളുടെ ഇടയിലെ വിദേശ സൈന്യത്തിൻ്റെ മേൽ വാൾ. അവർ അബലകളെ പോലെയാകും. അവളുടെ സമ്പത്തിന്മേൽ വാൾ, അവ കൊള്ളയടിക്കപ്പെടും. അവളുടെ ജലാശയത്തിന്മേൽ കൊടും വേനൽ, അവ വരണ്ടുപോകും. അത് വിഗ്രഹങ്ങളുടെ നാടാണ്. ബിംബങ്ങളെ ചൊല്ലി അവർ മതിച്ചിരിക്കുന്നു. ബാബിലോണിൽ വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും വിഹരിക്കും. അവിടെ ആരും ഒരിക്കലും വസിക്കുകയില്ല. ദൈവം തകർത്ത സോദോമിനെയും ഗൊമോറയെയും സമീപ നഗരങ്ങളെയും പോലെ അവിടെയും ആരും വസിക്കുകയില്ല. സഞ്ചാരികൾ തങ്ങുകയുമില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇതാ വടക്കു നിന്നൊരു ജനത വരുന്നു, ശക്തമായൊരു ജനം. അനേകം രാജാക്കന്മാർ ദിഗന്ധങ്ങളിൽ നിന്ന് ഇളകി വരുന്നു. അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു. അവർ കരുണയില്ലാത്ത ക്രൂരന്മാരാണ്. സമുദ്രത്തെ പോലെ അവർ ഗർജിക്കുന്നു. ബാബിലോൺ പുത്രി, പോരാളിയെപ്പോലെ പടക്കോപ്പണിഞ്ഞ് അവർ നിനക്കെതിരെ കുതിരപ്പുറത്ത് വരുന്നു. ബാബിലോൺ രാജാവ് ഈ വാർത്ത കേട്ടു. അവൻ്റെ കരങ്ങൾ കുഴഞ്ഞു. പ്രസവവേദന എടുത്തോളെപ്പോലെ അവൻ കഠിന വേദനയാൽ പുളഞ്ഞു. യോർദാൻ വനങ്ങളിൽ നിന്ന് പച്ച പിടിച്ച മേച്ചിൽപ്പുറങ്ങളിൽ ചാടി വീഴുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ അവളുടെ മേൽ നിയമിക്കും. എനിക്ക് തുല്യനായി ആരുണ്ട്? ആരെന്നോട് കണക്ക് ചോദിക്കും? ഏതിടയനാണ് എൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയുക? ബാബിലോണിനെതിരെ, കൽദായരുടെ ദേശത്തിനെതിരെ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവിൻ. അവരുടെ ആട്ടിൻപറ്റത്തിലെ കുഞ്ഞാടുകൾ വലിച്ചിഴയ്ക്കപ്പെടും. അവരുടെ ദുർവിധി കണ്ട് മേച്ചിൽപ്പുറങ്ങൾ ഭയചകിതമാകും. ബാബിലോണിൻ്റെ പതനത്തിൽ ഭൂമി വിറയ്ക്കും. അവളുടെ നിലവിളി ജനതകൾക്കിടയിൽ മുഴങ്ങും.